ഹലോ ഫ്രണ്ട്സ്, SK7 ക്രിയേറ്റീവിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഈ പണ്ടത്തെ കാലത്തൊക്കെ ചെറിയ കുട്ടികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരുന്ന ഒരു കളിവണ്ടിയായിരുന്നു ഉജാല വണ്ടി. അപ്പോൾ ഈ ഉജാല വണ്ടി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളെ ഇന്നത്തെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഉജാല കുപ്പിയുടെ രണ്ട് സൈഡും ഹോളാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ഹോളാക്കി എടുക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഫ്രണ്ട് ടയർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ടയർ സെറ്റ് ചെയ്യാനായിട്ട് അതിന് ഷാഫ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ പഴയ സ്കെച്ചാണ്. അപ്പോൾ ഈ സ്കെച്ചിന് നമുക്ക് ഇത്ര നീളം ആവശ്യമില്ല, കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം. പിന്നീട് നമ്മൾ ഫ്രണ്ട് ടയർ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഐസ്ക്രീം ബോട്ടിലിൻ്റെ ക്യാപ്പാണ്, അടപ്പാണ്. ആ സ്കെച്ച് കയറാവുന്ന രീതിയിൽ നമുക്കത് ഹോളാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ രണ്ട് ടയർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷാഫ്റ്റ് ഇതിൽ സൂട്ട് ആവേണ്ട നോക്കാം. അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഇത് നമുക്ക് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ടയർ സെറ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ബലക്കുറവുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബലത്തിനും ഒരു ഭംഗിക്കും കൂടി വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു അടപ്പ് ഹോളാക്കിയിട്ട് നമുക്ക് ആ ടയറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ കാണുന്നത് പോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ടയറും അതുപോലെ സെറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഗിയർ മോട്ടറാണ്. നമ്മൾ താഴത്തെ ടയർ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഗിയർ മോട്ടറിലേക്കാണ്. അപ്പോൾ ഈ ഗിയർ മോട്ടറിൻ്റെ ഷാഫ്റ്റ് കുറച്ച് നീളം കൂട്ടണം. അതിനായിട്ട് ഇതുപോലത്തെ പേന കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഷാഫ്റ്റിലേക്ക് നീളം കൂട്ടാനായിട്ട് ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് ഗിയർ മോട്ടറിൻ്റെ ഷാഫ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ടൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. താഴെ നമ്മൾ ടയർ സെറ്റ് ചെയ്യാൻ പോകുന്നത് കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണം ഹോളാക്കി എടുക്കുക. അതിനുശേഷം ഈ രണ്ട് ടയറും ഗിയർ മോട്ടറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ആ ടയർ ആ ഷാഫ്റ്റായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇരുന്നോളും. പിന്നീട് ഗ്ലൂ ഉപയോഗിച്ച് നമ്മുടെ ഉജാല കുപ്പിയിലേക്ക് ആ ഗിയർ മോട്ടർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് റിമോട്ട് കൺട്രോളിൽ ഓടുന്ന ചെറിയൊരു ബോർഡാണ്. ആ ഗിയർ മോട്ടറിൻ്റെ അടുത്തായിട്ട് ഇതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് ഇത് ഓടിക്കണമെങ്കിൽ ചെറിയൊരു ബാറ്ററിയും കൂടി വേണം. നമ്മളിവിടെ സ്ക്വയർ ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. ആ ബോർഡിൻ്റെ അടുത്തായിട്ട് ഇതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ കാണുന്ന റെഡും ബ്ലൂവും ബാറ്ററിയിലേക്കുള്ള വയറാണ്. ബാക്കിയുള്ള രണ്ട് വയറേ ഉള്ളൂ, അത് ഗിയർ മോട്ടറിലേക്കും. ഇതെല്ലാം കൂടി നമുക്കൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. പിന്നീട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന വയർ അത് ഏരിയയിലാണ് സിഗ്നൽ കിട്ടാനായിട്ട്. അത് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതാണ് ഈ വണ്ടിയുടെ റിമോട്ട്. കണ്ടോ, ഫ്രണ്ടിലേക്കും ബാക്കോട്ടും കറങ്ങുന്നുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് ഓടുണ്ടോ നോക്കാം. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലെ തന്നെ അടിപൊളിയായിട്ട് ടിക്കറ്റുമായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ SK7 ക്രിയേറ്റീവ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.